മരുന്നുകൾ പകുതി വിലയിൽ വിശ്വസ്തയോടെ ഇനി മേപ്പാടത്തും. ചേലക്കര മേപ്പാടം സെന്ററിൽ ജനനന്മ മെഡിക്കൽസ് പ്രവർത്തനം തുടരുന്നു. ഉതുവടിക്കും പാഞ്ഞാളിനും പിന്നാലെ നന്മ മെഡിക്കൽ ഗ്രൂപ്പിന്റെ ഏറ്റവും മികച്ച സേവനങ്ങൾ ഇനി മേപ്പാടത്തുകാർക്കും സ്വന്തം. ബ്രാൻഡഡ് മരുന്നുകൾക്ക് 10% മുതൽ വിലക്കിഴിവും ജനറിക് മരുന്നുകൾക്ക് 50% ലാഭവും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. മരുന്നുകൾ ഓർഡർ ചെയ്യാൻ കുറിപ്പടികൾ വാട്സ്ആപ്പ് ചെയ്താൽ മതി. സൗജന്യ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. കുറഞ്ഞ നിരക്കിൽ മികച്ച ചികിത്സാ സഹായം, അതാണ് ജനനന്മ. ജനനന്മ മെഡിക്കൽസ്, മേപ്പാടം സെന്റർ, ചേലക്കര. ദേശമംഗലത്തെ ഭൂചലന നിരീക്ഷണ കേന്ദ്രം ഇന്ന് നാശത്തിന്റെ വക്കിൽ. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടം ഇന്ന് സാമൂഹിക വിരുദ്ധരുടെയും ഇഴജന്തുക്കളുടെയും താവളമായി മാറിയിരിക്കുകയാണ്. ഭൂകമ്പ ഭീതിയിലായിരുന്ന ഒരു ജനതയ്ക്ക് കാവലാകേണ്ടിയിരുന്ന തലപ്പള്ളി താലൂക്കിലെ ദേശമംഗലം തലശ്ശേരിയിലുള്ള ഭൂചലന നിരീക്ഷണ കേന്ദ്രം ഇന്ന് അധികൃതരുടെ അവഗണനയിൽ നശിക്കുന്നു. 1990കളിൽ തുടർച്ചയായുണ്ടായ ഭൂചലനങ്ങളെക്കുറിച്ച് പഠിക്കാൻ 1998 ലക്ഷങ്ങൾ ചെലവിട്ട് സ്ഥാപിച്ച ഈ കേന്ദ്രം ഇന്ന് കാട് കയറിയും മാലിന്യങ്ങൾ നിറഞ്ഞും ഇഴജന്തുക്കളുടെ താവളമായി മാറിയിരിക്കുകയാണ്. ശാസ്ത്രീയ പഠനങ്ങൾ നടക്കേണ്ട കെട്ടിടത്തിനുള്ളിൽ ഇന്ന് നടക്കുന്നത് സാമൂഹിക വിരുദ്ധരുടെ അഴിഞ്ഞാട്ടമാണെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. ഈ പ്രദേശം ഭൂഗർഭ വിള്ളലുകളുള്ള മേഖലയാണെന്ന് നേരത്തെ ശാസ്ത്ര സംഘങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ ഗൗരവം കണക്കിലെടുത്താണ് അത്യാധുനിക സജ്ജീകരണങ്ങളോടെ നിരീക്ഷണ കേന്ദ്രം ആരംഭിച്ചത്. എന്നാൽ വർഷങ്ങളായി ഇവിടെ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല. കെട്ടിടത്തിന്റെ ജനാലകളും വാതിലുകളും തകർന്നു. രാത്രികാലങ്ങളിൽ സാമൂഹിക വിരുദ്ധർ ഇവിടെ തമ്പടിക്കുന്നത് പ്രദേശവാസികൾക്ക് വലിയ സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നത്. കോടിക്കണക്കിന് രൂപയുടെ യന്ത്രസാമഗ്രികൾ ഉൾപ്പെടെ ഇവിടെ നശിച്ചു പോയതായാണ് സൂചന. പ്രകൃതിക്ഷോഭങ്ങൾ ആവർത്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം നിരീക്ഷണ കേന്ദ്രങ്ങൾ പുനരുദ്ധരിക്കേണ്ടതിനു പകരം അധികൃതർ കാട്ടുന്ന അനാസ്ഥയ്ക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. കെട്ടിടം അടിയന്തരമായി നവീകരിക്കണമെന്നും ഇവിടുത്തെ സുരക്ഷ ഉറപ്പാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ദേശമംഗലം പഞ്ചായത്ത് ഭരണസമിതിയും ചേലക്കര MLAയും വിഷയത്തിൽ ഇടപെടണമെന്നതാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് ഡെസ്ക് CCV.